പാൻ ഒരു ശല്യമാണോ? ആണോ എന്ന് ചോദിച്ചാൽ ആണല്ലേ. കാരണം നമ്മളെ തലയിൽ ജീവിച്ച് നമ്മുടെ ശരീരത്തിൽ നിന്ന് ചോര ഊറ്റി കുടിച്ച് സുഖമായിട്ട് ജീവിക്കുന്ന ഒരു ഇൻസെക്റ്റ്, അതും ചിറകില്ലാത്തൊരു സാധനം. ഈ പാറുവിൻ്റെ തലയിലുള്ള പാനുകൾക്കൊക്കെ പരമ സുഖമാണ് കേട്ടോ. ഇത്രയും സുഖം വേറെ എവിടെയും കിട്ടില്ല. കാരണം അവർക്ക് ആവശ്യാനുസരണം വേണ്ടുവോളം വയറ് നിറയുവോളം ചോര ഊറ്റി കുടിക്കാം. പാറു ഒന്ന് ചൊറിഞ്ഞ് വരെ അവരെ ഡിസ്റ്റേബ് ചെയ്യില്ല കേട്ടോ. പാനിൻ്റെ മാത്രമല്ല, കൊതുകുകളുടെ അവസ്ഥ തന്നെയാണ്. കൊതുക് കടിച്ചിട്ടുണ്ടെങ്കിൽ പാറ ഒന്നും കൂടി സ്റ്റാച്ചു ആയി കിടന്നു കൊടുക്കും. നിങ്ങൾ ഇഷ്ടം പോലെ കുടിച്ചോ മക്കളെ, ഞാനൊന്നും പറയില്ല എന്നും പറഞ്ഞുങ്ങാണ്ട്. പിന്നെ ഞാൻ വന്നൊന്ന് കൊതുവിനെ കണ്ട് തട്ടിക്കൊടുക്കുമ്പോൾ കൊതുവിനാണെങ്കിൽ ചോര കുടിച്ചിട്ട് അനങ്ങാൻ പറ്റാതെ മത്ത് പിടിച്ച അവസ്ഥയിലായിരിക്കും. അത്രയും അവർ കുടിച്ചെടുത്തിട്ടുണ്ടാവും ഈ ചോര കേട്ടോ. ഈ പാന് കടിക്കുമ്പോൾ നമുക്ക് എന്താ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നതെന്ന് അറിയോ? ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പേന അതിൻ്റെ കൊമ്പോ പല്ലോ എന്തെങ്കിലും വെച്ച് നമ്മളിങ്ങനെ കുത്തുമ്പോൾ ആ വേദന കൊണ്ട് നമുക്ക് ചൊറിച്ചിലായിട്ട് തോന്നുമായിരിക്കുന്നു. പക്ഷേ സംഭവം അങ്ങനെയല്ല കേട്ടോ. ഇവരുടെ വായയിലുള്ള ഉമിനീര് നമ്മളെ സ്കിന്നുമായിട്ട് റിയാക്ഷൻ നടന്നിട്ടാണ് നമുക്ക് ചൊറിച്ചിൽ എന്നുള്ള ആ ഒരു ഫീലിംഗ് അനുഭവപ്പെടുന്നത്. അപ്പോൾ നമ്മൾ കൈകൊണ്ട് നല്ലോണം അങ്ങോട്ട് ചൊറിഞ്ഞു കൊടുക്കൂലേ. ഈ പാറുവിന് ഈ ചൊറിച്ചിൽ നിന്നുള്ള വികാരം അറിയാത്തത് കൊണ്ടാണോ, ഈ കൈകൊണ്ടുള്ള ഒരു കോർഡിനേഷൻ ഇല്ലാത്തത് കൊണ്ടാണോ, ഇനി ഇതൊന്നും അവളുടെ ബ്രെയിന് മനസ്സിലാക്കി എടുക്കാത്തത് കൊണ്ടാണോ എന്താണെന്നറിയില്ല. എനിവേ പാറുവിന് ഇങ്ങനൊരു സംഭവം ഇല്ല. ആര് വന്ന് ചോര കുടിച്ചാലും വേണ്ടില്ല, അടിച്ചാലും വേണ്ടില്ല, കടിച്ചാലും വേണ്ടില്ല. വിഷ്ണുവും പൗമിയൊക്കെ ആക്രമിക്കാൻ പോകുമ്പോൾ അവളിങ്ങനെ കണ്ണുകൊണ്ട് പേടി കാട്ടുമെന്നല്ലാതെ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവളായിട്ടൊരു കാര്യം ചെയ്തു കൊടുക്കില്ല കേട്ടോ. ബൈ ദ ബൈ, ഇനി നമുക്ക് പാൻ്റെ കാര്യത്തിലേക്ക് വരാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവളെ തല ചീവി കൊടുക്കും കേട്ടോ. അവൾ ചൊറിഞ്ഞ് സിംറ്റംസ് ഒന്നും കാണിച്ചു തരില്ലല്ലോ. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചീവി പിടിക്കും. പാൻ ഉണ്ട് കേട്ടോ, അത്യാവശ്യത്തിനുണ്ട്. ഓരോ തവണ ചീവുമ്പോഴും കിട്ടാൻ മാത്രമുള്ളത് ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ എങ്ങനെയായാലും ആഴ്ചയിൽ 1-2 തവണയായിട്ട് ചീവി ഫുള്ള് വൃത്തിയാക്കി. സ്വതവേ ഈ പ്രായത്തിലുള്ള മക്കളൊന്നും ഇങ്ങനെ ചീവാൻ വേണ്ടി വെച്ചിരുന്ന് തരില്ല അല്ലേ. പൗമിൻ്റെ തലയിലും പാൻ ഉണ്ട്, പക്ഷെ അവൾ ചീവാൻ ഒന്ന് ഇരുന്ന് തരികയില്ല, അടങ്ങിയിരിക്കുകയില്ല. എനിക്ക് പിന്നെ ഈ പാനിനെ പിടിക്കുന്നതിനേക്കാട്ടും ത്രില്ല് ഈരിനെ പിടിക്കാനാട്ടോ. നിങ്ങളുടെ കാര്യം എങ്ങനെയാണ്? അപ്പോൾ പൗമി വെച്ചേരാത്തതുകൊണ്ട് ആ സമയം കൂടി ഞാൻ പാറുവിൻ്റെ തലയിൽ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരുപാട് പാനിയും ഈരിനെയും ഒക്കെ കൊന്നങ്ങോട്ട് സംതൃപ്തി അടയും.